2014 ഫെബ്രുവരി 27 കരിങ്കടലിന്റെ രത്നമെന്നറിയപ്പെടുന്ന ക്രൈമിയ ഉപദ്വീപ്. യുക്രൈനിലെ റഷ്യൻ അനുകൂല പ്രസിഡന്റ് വിക്ടർ യാനുകോവിച്ചിന്റെ അട്ടിമറിയോടെ രാജ്യമെങ്ങും അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നു. റഷ്യൻ നാവികസേനയുടെ കരിങ്കടൽ വ്യൂഹത്തിനായി യുക്രൈനിൽ നിന്ന് റഷ്യ പാട്ടത്തിനെടുത്ത ക്രൈമിയയിലെ സെവസ്തോപോൾ ഉൾപ്പെടുന്ന തന്ത്രപ്രധാന മേഖലയിൽ പച്ച യൂണിഫോം ധരിച്ച കുറച്ചു സൈനികർ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ടു. യൂണിഫോമിൽ രാജ്യത്തിന്റെയോ സൈനിക വിഭാഗത്തിന്റെയോ അടയാളങ്ങളൊന്നുമില്ലാതെ പ്രത്യക്ഷപ്പെട്ട ഈ സൈനികരെ ക്രൈമിയയിലെ ജനങ്ങൾ കൗതുകപൂർവ്വം ലിറ്റിൽ ഗ്രീൻമെൻ എന്ന് വിളിച്ചു. AK-47 തോക്കുകളുമായി പ്രത്യക്ഷപ്പെട്ട ഇവർ മണിക്കൂറുകൾക്കകം ക്രൈമിയയുടെ നിയന്ത്രണം പിടിച്ചെടുത്തു. ഉപദ്വീപിലെ റഷ്യൻ നാവികരും സൈനികരും യുക്രൈനിയൻ പൗരന്മാരും അമ്പരന്ന് നിൽക്കെ ക്രൈമിയയെ റഷ്യയോട് കൂട്ടിച്ചേർത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രഖ്യാപനവും വന്നു. യുക്രൈനിയൻ അധികൃതർക്കോ മറ്റ് ലോകരാജ്യങ്ങൾക്കോ ഇടപെടാൻ അവസരം ലഭിക്കും മുൻപേ കരിങ്കടലിലെ അതീവ തന്ത്രപ്രധാനമായ ക്രൈമിയ ഉപദ്വീപ് റഷ്യ തങ്ങളുടെ വിശാല സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞിരുന്നു. അതെ, ആധുനിക ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൗശലമേറിയതും രക്തരഹിതവുമായ പിടിച്ചെടുക്കലായിരുന്നു അത്. അതിന് നേതൃത്വം നൽകിയ ആ സൈനികർ കുറച്ചു കാലം കൂടി ലിറ്റിൽ ഗ്രീൻമെന്നായി തന്നെ തുടർന്നു. എന്നാൽ ലോകത്തെ യുദ്ധഭൂമികളിലെ രാഷ്ട്രീയ സൈനിക ഭൂപടങ്ങൾ ഒറ്റയ്ക്ക് മാറ്റിവരയ്ക്കാൻ ശേഷിയുള്ള PMC വാഗ്നർ എന്ന സ്വകാര്യ സൈന്യത്തിന്റെ പിറവിയായിരുന്നു അന്ന് ക്രൈമിയയിൽ നടന്നത്. രക്തരഹിതമായ ആദ്യ ഓപ്പറേഷന് ശേഷം ലോകത്ത് പലയിടങ്ങളിലായി വാഗ്നർ സംഘം ഒഴുക്കിയ ചോരപ്പുഴയ്ക്ക് കയ്യും കണക്കുമില്ല. 4 വൻകരകളിലായി ഒട്ടേറെ രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള വാഗ്നർ സംഘം ഇന്ന് വെറുമൊരു കൂലിപ്പട്ടാളമല്ല, മറിച്ച് റഷ്യയുടെ ഏറ്റവും കരുത്തേറിയ രഹസ്യായുധമാണ്. 9 വർഷത്തോളം തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിച്ചിരുന്ന വാഗ്നർ സംഘം യുക്രൈൻ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കെയാണ് പകൽ വെളിച്ചത്തിലേക്ക് വന്നത്. ഇന്നും വാഗ്നർ സംഘത്തെക്കുറിച്ച് കാര്യമായ വിവരങ്ങൾ പുറം ലോകത്തിന് അറിയില്ല. വാഗ്നർ സംഘം ആരാണ്? മറ്റുള്ളവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് നേട്ടം? വാഗ്നർ സംഘത്തിന്റെ വരുമാനവും അംഗങ്ങളുടെ ശമ്പളവും എത്രയാണ്? വാഗ്നർ തലവനായി അറിയപ്പെടുന്ന യെവ്ഗനി പ്രിഗോഷിൻ ആരാണ്? വാഗ്നർ സംഘവും റഷ്യൻ ഭരണകൂടവും തമ്മിലുള്ള ബന്ധം എന്താണ്? വിശദമായി പരിശോധിക്കാം. ഞാൻ ജമീമ ജേക്കബ്, ജിയോ റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. BC 280 മുതൽ കൂലിപ്പട്ടാളങ്ങളുടെ യുദ്ധകഥകൾ നമുക്ക് കണ്ടെത്താനാകും. എന്നാൽ ആധുനിക സ്വകാര്യ സൈന്യങ്ങൾക്ക് രൂപം നൽകിയത് അമേരിക്കയാണ്. രണ്ടാം ഇറാഖ് അധിനിവേശ കാലത്ത് ഇറാഖിലെ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നേരിട്ട കടുത്ത ഗറില്ല ആക്രമണങ്ങൾ ഒട്ടേറെ അമേരിക്കൻ സൈനികരുടെ ജീവൻ അപഹരിച്ചു. ദേശീയ പതാക പുതപ്പിച്ചെത്തുന്ന മൃതദേഹങ്ങൾ അമേരിക്കൻ സമൂഹത്തിൽ കടുത്ത പ്രതിഷേധം സൃഷ്ടിച്ചിരുന്നു. ഇതോടെ സൈനികരുടെ ആൾനാശം ഒഴിവാക്കാൻ രാജ്യത്തിന്റെ മുദ്രയില്ലാത്ത സ്വകാര്യ സൈന്യത്തെ ഇറാഖ് യുദ്ധമേഖലയിൽ നിയോഗിക്കാൻ അന്നത്തെ അമേരിക്കൻ വൈസ് പ്രസിഡന്റായിരുന്ന ഡിക് ചെയ്നി തീരുമാനിച്ചു. ഈ അവസരം മുതലെടുത്ത മുൻ അമേരിക്കൻ നേവി സീൽ അംഗമായിരുന്ന എറിക് പ്രിൻസ് രൂപീകരിച്ച ബ്ലാക്ക് വാട്ടർ സംഘമാണ് ഇത്തരത്തിൽ ആദ്യം രൂപമെടുത്ത സ്വകാര്യ സൈനിക സംഘം. ഇപ്പോൾ അക്കാദമി എന്ന പേരിലാണ് ബ്ലാക്ക് വാട്ടർ അറിയപ്പെടുന്നത്. ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും യുദ്ധഭൂമിയിൽ ബ്ലാക്ക് വാട്ടർ നൽകിയ പിന്തുണ അമേരിക്ക നാറ്റോ സൈനിക മുന്നേറ്റത്തിൽ നിർണായകമായിരുന്നു. അഫ്ഗാൻ യുദ്ധത്തിന്റെ അവസാന നാളുകളിൽ യുദ്ധമുന്നണിയിലെ സൈനികരിൽ 85% ഇത്തരം സംഘങ്ങളായിരുന്നു. ബ്ലാക്ക് വാട്ടറിന്റെ വൻ വിജയമാണ് പിന്നീട് വാഗ്നർ അടക്കമുള്ള ഒട്ടേറെ സ്വകാര്യ സൈന്യങ്ങൾക്ക് ജന്മം നൽകിയത്. Противник контрнаступает. Мы собирались к 9 мая 23 года овладеть населенным пунктом Бахмут. യുക്രൈൻ റഷ്യൻ യുദ്ധം സൃഷ്ടിച്ചത് കൂലിപ്പട്ടാളമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? എന്നാൽ അതാണ് യാഥാർത്ഥ്യം. റഷ്യയും യുക്രൈനും വളരെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന നാളുകളിൽ യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വെച്ച വ്യാപാര കരാറിന് പകരം റഷ്യ നേതൃത്വം നൽകുന്ന യുറേഷ്യൻ ഇക്കണോമിക് യൂണിയനിൽ ചേരാൻ യുക്രൈനിയൻ പ്രസിഡന്റ് വിക്ടർ യാനുകോവിച്ച് തീരുമാനിച്ചതോടെ ഉടലെടുത്ത ഓറഞ്ച് വിപ്ലവമാണ് പിന്നീട് പൂർണ്ണ തോതിലുള്ള ഇന്നത്തെ യുദ്ധത്തിന് വഴിമരുന്നിട്ടത്. യാനുകോവിച്ചിനെ അധികാരഭ്രഷ്ടനാക്കാൻ അമേരിക്കൻ ബ്ലാക്ക് വാട്ടർ അംഗങ്ങൾ ഓറഞ്ച് വിപ്ലവത്തിലേക്ക് നുഴഞ്ഞു കയറിയെന്നും സമാധാനപരമായ പ്രക്ഷോഭം പെട്ടെന്ന് ആക്രമണസക്തമാക്കിയെന്നുമാണ് റഷ്യയുടെ ആരോപണം. പിന്നീട് ഇതേ നാണയത്തിൽ തന്നെയാണ് ക്രൈമിയയുടെ കൂട്ടിച്ചേർക്കലും
യുക്രൈനിലെ ഡോൺബാസ് മേഖലയിലെ വിമത യുദ്ധവും റഷ്യ നടത്തിയത്. വിമതരായി ഡോൺബാസിലെത്തിയത് വാഗ്നർ സംഘമായിരുന്നു. റഷ്യ യുക്രൈൻ സംഘർഷകാലത്ത് 2014 അമേരിക്കയുടെ ബ്ലാക്ക് വാട്ടറിന് ബദലായാണ് റഷ്യ വാഗ്നറിന് രൂപം നൽകിയത്. കൂലിപ്പട്ടാളങ്ങളുടെ രൂപീകരണവും പ്രവർത്തനവും രാജ്യാന്തര തലത്തിൽ നിരോധിക്കപ്പെട്ടവയാണ്. അതിനാൽ വാഗ്നർ ഗ്രൂപ്പിന്റെ അസ്തിത്വം റഷ്യ ഒരിക്കലും പരസ്യമായി അംഗീകരിച്ചിരുന്നില്ല. റഷ്യൻ മിലിറ്ററി ഇന്റലിജൻസ് ഏജൻസിയായ GRUവിലെ വിരമിച്ച പാരാമിലിറ്ററിക്കാരെയാണ് വാഗ്നർ പ്രധാനമായും റിക്രൂട്ട് ചെയ്യുന്നത്. റഷ്യൻ സ്പെഷ്യൽ ഫോഴ്സ് അംഗമായിരുന്ന ദിമിത്രി വലേറിയവിച്ച് ഉട്കിനാണ് ഗ്രൂപ്പ് കമാൻഡർ. കൂലിപ്പട്ടാളങ്ങളെ വിലക്കുന്ന റഷ്യൻ നിയമങ്ങളെ മറികടക്കാൻ അർജന്റീനയിലാണ് പ്രവർത്തനം രജിസ്റ്റർ ചെയ്തത്. സിറിയൻ യുദ്ധഭൂമിയിലാണ് വാഗ്നർ സംഘത്തെ ലോകം ആദ്യമായി ശ്രദ്ധിക്കുന്നത്. 2015 ആഭ്യന്തര കലാപവും ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ മുന്നേറ്റവും മൂലം നിലനിൽപ്പ് അപകടത്തിലായ സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് റഷ്യയുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. മെഡിറ്ററേനിയയിലെ തങ്ങളുടെ സുപ്രധാന പങ്കാളിയായ അസദ് ഭരണകൂടത്തെ രക്ഷിക്കാൻ പുടിൻ റഷ്യൻ സൈന്യത്തെ അയച്ചു, കൂട്ടത്തിൽ വാഗ്നർ സംഘത്തെയും. യുദ്ധഭൂമിയിൽ കടുത്ത പോരാട്ട വീര്യം പുറത്തെടുത്ത വാഗ്നർ ഒരേ സമയം ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരോടും വിമത സിറിയൻ സേനയോടും പൊരുതി അസദ് സർക്കാരിനെ സിറിയയിൽ പുനഃസ്ഥാപിച്ചു. ഇതോടെ ആർക്കും നിഷേധിക്കാനാവാത്ത സൈനിക ശക്തിയായി വാഗ്നർ സംഘം മാറി. പിന്നാലെ റഷ്യയുടെ വിദേശ നയങ്ങളുടെ ഭാഗമായി ആഫ്രിക്കയിലെ മാലി, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, സുഡാൻ, മൊസാംബിക്, ലിബിയ, ബുർക്കിന ഫാസോ തുടങ്ങി ഒട്ടേറെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും തെക്കേ അമേരിക്കയിലെ വെനസ്വേലയിലും വാഗ്നർ തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. അപ്പോഴും വാഗ്നർ സംഘവുമായുള്ള ബന്ധം റഷ്യ തുറന്നു സമ്മതിച്ചിരുന്നില്ല. 2022 ഫെബ്രുവരിയിൽ വ്ളാഡിമിർ പുടിൻ യുക്രൈനിൽ പ്രത്യേക സൈനിക ഓപ്പറേഷൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പല രാജ്യങ്ങളിലായി നിയോഗിക്കപ്പെട്ടിരുന്ന വാഗ്നർ സംഘങ്ങൾ യുക്രൈനിലേക്ക് നീങ്ങി തുടങ്ങി. യുക്രൈനിലെ യുദ്ധഭൂമിയിൽ റഷ്യൻ സൈന്യത്തിനും ചെച്ചൻ പോരാളികൾക്കുമൊപ്പം നിയോഗിക്കപ്പെട്ട വാഗ്നർ സംഘത്തിന് തുടക്കത്തിൽ കാര്യമായ നേട്ടങ്ങൾ കൊയ്യാനായിരുന്നില്ല. മാരിയുപോൾ പിടിച്ചെടുക്കാൻ ചെച്ചൻ പോരാളികൾ നടത്തിയ കടുത്ത പോരാട്ടമാണ് ലോകം ശ്രദ്ധിച്ചത്. യുദ്ധത്തിലെ ആദ്യ തിരിച്ചടികൾക്ക് ശേഷം 2022 ജൂൺ മുതൽ ഡോൺബാസ് മേഖലയിൽ യുക്രൈൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ റഷ്യയ്ക്ക് തങ്ങൾ പിടിച്ചെടുത്ത ഒട്ടേറെ ഭൂപ്രദേശങ്ങളുടെ നിയന്ത്രണം നഷ്ടമായിരുന്നു. 5 മാസങ്ങൾ കൊണ്ട് റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വെറും ഒരാഴ്ച കൊണ്ടാണ് യുക്രൈൻ തിരിച്ചുപിടിച്ചത്. തുടർച്ചയായ ഈ പരാജയങ്ങൾ റഷ്യൻ സൈനികരുടെ മനോവീര്യം തകർത്തിരുന്നു. എന്നാൽ ഈ തിരിച്ചടികൾക്കിടയിൽ തന്ത്രപ്രധാനമായ ബാക്മുത്തിനു നേർക്ക് വാഗ്നർ സംഘം തുടങ്ങിയ ആക്രമണം യുക്രൈനിയൻ പ്രത്യാക്രമണത്തിന്റെ താളം തന്നെ തെറ്റിച്ചു. ഇതോടെ റഷ്യൻ സൈന്യം പിന്തിരിഞ്ഞോട്ടം നിർത്തി പ്രതിരോധം ശക്തമാക്കാൻ തുടങ്ങി. പിന്നാലെ ഖനി നഗരമായ സൊളേദാർ പിടിച്ചെടുത്ത് റഷ്യയ്ക്ക് ആദ്യ ആശ്വാസജയം സമ്മാനിച്ചതും വാഗ്നർ സംഘമായിരുന്നു. ബാക്മുത്തിന് നേർക്ക് വാഗ്നർ ആക്രമണം തുടങ്ങിയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഡോൺബാസ് മേഖലയിലെ റഷ്യൻ പിടി അയയുമായിരുന്നു. വാഗ്നർ സംഘം പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടും കടിഞ്ഞാൺ ആരുടെ കയ്യിലാണെന്ന് മാത്രം ലോകത്തിന് മനസ്സിലായിരുന്നില്ല. 2022 നവംബറിൽ റഷ്യൻ നഗരമായ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വാഗ്നർ തങ്ങളുടെ ഹെഡ് ഓഫീസ് തുറന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സുഹൃത്തും കേറ്ററിംഗ് ബിസിനസ്സുകാരനും കോടീശ്വരനുമായ യെവ്ഗനി പ്രിഗോഷിന്റെ പേര് പലരും ചൂണ്ടിക്കാണിച്ചെങ്കിലും അദ്ദേഹം അത് അംഗീകരിച്ചില്ല. ബാക്മുത്തിലെ പോരാട്ടത്തിനായി റഷ്യൻ ജയിൽ പുള്ളികളെ പ്രിഗോഷിൻ റിക്രൂട്ട് ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നപ്പോഴും വാഗ്നർ സംഘമോ പ്രിഗോഷിനോ ഇതേക്കുറിച്ച് പ്രതികരിച്ചില്ല. എന്നാൽ 2023 ജനുവരി 10 വാഗ്നർ സംഘം സൊളേദാർ പിടിച്ചതായി ടെലിഗ്രാമിൽ ചെയ്ത ഒരു പോസ്റ്റിലൂടെ പ്രിഗോഷിൻ വാഗ്നർ സംഘവുമായുള്ള തന്റെ ബന്ധം പരസ്യമായി പ്രഖ്യാപിച്ചു. പിന്നീട് ബാക്മുത്തിലെ യുദ്ധഭൂമിയിൽ വാഗ്നർ യൂണിഫോമിൽ ഓടി നടന്ന് സൈനികർക്ക് ധൈര്യം പകരുന്ന പ്രിഗോഷിനെയാണ് ലോകം കണ്ടത്. തന്റെ സൈനികർക്ക് മതിയായ ആയുധങ്ങൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തോടും സൈനിക മേധാവികളോടും കലഹിക്കുന്ന പ്രിഗോഷിനെയും അന്ന് കണ്ടു. 1,00,000-ലേറെ അംഗങ്ങളും യുദ്ധ ടാങ്കുകളും യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും മറ്റ് അത്യാധുനിക ആയുധങ്ങളും സ്വന്തമായുള്ള ലോകത്തിലെ ഏറ്റവും യുദ്ധസജ്ജരായ സൈന്യമായാണ് വാഗ്നറിനെ ഇന്ന് സൈനിക വിദഗ്ധർ പോലും വിലയിരുത്തുന്നത്. ബ്ലാക്ക് വാട്ടർ അടക്കമുള്ള എല്ലാ സ്വകാര്യ സൈനിക സംഘങ്ങളുടെയും വരുമാനം യുദ്ധമോ ഓപ്പറേഷനോ സ്പോൺസർ ചെയ്യുന്ന ആളിൽ നിന്നോ രാജ്യത്തിൽ നിന്നോ ലഭിക്കുന്ന പ്രതിഫലമാണ്. എന്നാൽ പ്രതിഫലം പണമായി സ്വീകരിക്കുന്നതിനേക്കാൾ വാണിജ്യ പങ്കാളിത്തമാണ് വാഗ്നർ തേടുന്നത്.
സിറിയയിൽ വിമതരെ തോൽപ്പിച്ച് പിടിച്ചെടുത്ത എണ്ണ ഉൽപാദക കേന്ദ്രങ്ങളിലെ വരുമാനത്തിന്റെ 25% ബഷാർ അൽ അസദ് സർക്കാരിൽ നിന്ന് വാഗ്നർ നേടിയെടുത്തത്. സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലെ ആഭ്യന്തര യുദ്ധം അടിച്ചമർത്താനെത്തിയ വാഗ്നർ സംഘം പ്രതിഫലമായി നേടിയത് CARലെ ധാതുസമ്പന്നമായ മേഖലകളിൽ വജ്രം, സ്വർണം, യുറേനിയം എന്നിവയുടെ ഖനനാനുമതിയാണ്. സുഡാനിലും മാലിയിലും ഖനന വ്യവസായങ്ങളിൽ പങ്കാളിത്തം നേടിയ വാഗ്നർ സംഘം ലിബിയയിലും വെനസ്വേലയിലും ക്രൂഡ് ഓയിൽ ഉൽപാദനത്തിലും പങ്കാളിത്തം നേടിയെടുത്തു. വാഗ്നർ സംഘത്തിന്റെ ആസ്തികളോ വരുമാനമോ ഇന്ന് ലോകത്തിന് അജ്ഞാതമാണ്. ആഫ്രിക്കയിൽ നിന്ന് മാത്രം പ്രതിവർഷം $20 ബില്യൺ സ്വർണം വാഗ്നർ സംഘം ഖനനം ചെയ്തെടുക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. സാധാരണ റഷ്യൻ സൈനികർക്ക് ലഭിക്കുന്നതിനേക്കാൾ 3 ഇരട്ടിയിലേറെ ശമ്പളമാണ് വാഗ്നർ സേനാംഗങ്ങൾക്ക് നൽകുന്നത്. പരിശീലന കാലത്ത് മാസം $1100 അഥവാ ഏകദേശം 90,000 രൂപയാണ് ശമ്പളം. യുദ്ധസമയത്ത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ദിവസം $2000 അഥവാ 1.5 ലക്ഷത്തിലേറെ രൂപ ശമ്പളമായി ലഭിക്കുന്ന സൈനികരും വാഗ്നർ ഗ്രൂപ്പിലുണ്ട്. യുദ്ധഭൂമിയിൽ കൊല്ലപ്പെട്ടാലോ പരിക്കേറ്റാലോ മതിയായ നഷ്ടപരിഹാരം വാഗ്നർ സംഘം നൽകുന്നുണ്ട്. വാഗ്നർ സംഘത്തിലെ ഉയർന്ന ശമ്പളത്തിന്റെ ആനുകൂല്യം മുതലെടുക്കാൻ ഒട്ടേറെ റഷ്യൻ സൈനികർ തങ്ങളുടെ സേവന കാലാവധിക്ക് ശേഷം വാഗ്നർ ഗ്രൂപ്പിൽ ചേരുന്നുണ്ട്. മറ്റ് സ്വകാര്യ സൈനിക സംഘങ്ങളിൽ നിന്ന് വാഗ്നർ സംഘത്തെ വ്യത്യസ്തമാക്കുന്നത് റഷ്യൻ നേതൃത്വവുമായുള്ള അടുത്ത ബന്ധമാണ്. സ്വകാര്യ താൽപര്യങ്ങളെക്കാൾ റഷ്യയുടെ വിദേശ നയങ്ങളെ പിന്തുണയ്ക്കാനുള്ള സൈനിക ശക്തിയാണ് വാഗ്നർ. രാജ്യാന്തര നിയമങ്ങൾ മറികടന്ന് ഏതെങ്കിലും വിദേശ രാജ്യത്ത് സ്വന്തം സൈനിക മുദ്ര പതിപ്പിക്കാതെ തന്നെ സൈനിക മേധാവിത്വമോ രാഷ്ട്രീയ മേധാവിത്വമോ നേടാൻ റഷ്യ വാഗ്നർ സംഘത്തെ ഉപയോഗിക്കുന്നുണ്ട്. 2016 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇടപെട്ട ട്രോൾ ഫാക്ടറി എന്ന സോഷ്യൽ മീഡിയ കമ്പനി വാഗ്നർ സംഘത്തിൻ്റെതാണ്. ട്രോൾ ഫാക്ടറി ഹിലാരി ക്ലിന്റനെതിരെ ബോധപൂർവമായ പ്രചാരണം നടത്തിയെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കൻ പ്രസിഡന്റാക്കാൻ പുടിൻ നിർദ്ദേശിച്ചതനുസരിച്ചാണത്രേ ട്രോൾ ഫാക്ടറി അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടത്. ഇതിനു പിന്നാലെ വാഗ്നർ സംഘത്തിന് അമേരിക്ക വിലക്കും ഏർപ്പെടുത്തി. യുക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും കഠിനമായ പോരാട്ടങ്ങളെല്ലാം റഷ്യ ഏൽപ്പിച്ചത് വാഗ്നറിനെയും ചെച്ചൻ പോരാളികളെയുമാണ്. ഇവരുടെ പരിചയസമ്പന്നതയും പോരാട്ട വീര്യവും യുദ്ധഭൂമിയിൽ റഷ്യയ്ക്ക് നേട്ടമാകുന്നുണ്ട്. കൂടാതെ സ്വകാര്യ സൈനിക സംഘാംഗങ്ങൾ കൊല്ലപ്പെട്ടാൽ ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല എന്നതും ഇവരെ കൂടുതലായി ആശ്രയിക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കുന്നുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ മുൻനിരയിൽ നിലവിൽ നിലയുറപ്പിച്ചിട്ടുള്ളത് ഇരു വിഭാഗത്തിലെയും കൂലിപ്പട്ടാളങ്ങൾ തന്നെയാണ്. യുക്രൈൻ ഫോറിൻ ലീജിയൻ എന്ന പൊതു ബാനറിന് കീഴിൽ ഡസനിലേറെ സ്വകാര്യ സൈന്യങ്ങൾ യുക്രൈനായി യുദ്ധഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അമേരിക്ക, UK, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, ഇസ്രായേൽ, പോളണ്ട്, ജോർജിയ തുടങ്ങിയ രാജ്യങ്ങളിലെ മുൻ സൈനികരടക്കം ഒട്ടേറെ വിദേശ സ്വകാര്യ സൈനികർ ഉൾപ്പെട്ടതാണ് യുക്രൈൻ ഫോറിൻ ലീജിയൻ. മറുഭാഗത്ത് റഷ്യയ്ക്കായി വാഗ്നർ ഗ്രൂപ്പും മറ്റൊരു റഷ്യൻ സ്വകാര്യ സൈന്യമായ പാട്രിയറ്റും ചെച്ചൻ പോരാളികളും നിലയുറപ്പിച്ചിട്ടുണ്ട്. ബാക്മുത്തിൽ റഷ്യയ്ക്കായി പോരാട്ടം നടത്തുന്ന വാഗ്നർ സംഘാംഗങ്ങൾ ഭയത്തെ അതിജീവിക്കാനുള്ള മരുന്നുകൾ കഴിച്ചിട്ടാണ് യുദ്ധം ചെയ്യുന്നതെന്നാണ് യുക്രൈനിന്റെ ആരോപണം. മരണഭയം തീരെയില്ലാത്ത വാഗ്നർ സംഘാംഗങ്ങൾ യുക്രൈനിന്റെ കടുത്ത ആക്രമണങ്ങളെ അവഗണിച്ചാണ് യുദ്ധമുന്നണിയിൽ മുന്നേറുന്നത്. ബാഗ്മുത്തിൽ മാത്രം 4000 വാഗ്നർ സൈനികർ കൊല്ലപ്പെട്ടതായാണ് അമേരിക്കൻ ഇന്റലിജൻസ് കണക്കുകൾ. വടക്കൻ പാട്ടുകളിലെ ചേകവരുടെ കഥകളിൽ പറയുന്നത് പോലെ മറ്റാരുടെയോ താല്പര്യങ്ങൾക്കായി പയറ്റിനിറങ്ങുന്ന ചാവേറുകളാണ് ഇന്ന് സ്വകാര്യ സൈനിക സംഘങ്ങൾ. വടക്കൻ പാട്ടുകളിലെ പയറ്റിന് നേരും നെറിയുമുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന്റെയും നിയമവ്യവസ്ഥയുടെ കീഴിലല്ലാത്ത, രാജ്യാന്തര നിയമങ്ങളെയോ സൈനിക കോടതികളെയോ ഭയക്കേണ്ടതില്ലാത്ത സ്വകാര്യ സൈനിക സംഘങ്ങളെ ഉപയോഗപ്പെടുത്തിയുള്ള യുദ്ധം നൈതികമായ ഒട്ടേറെ വെല്ലുവിളികളും യുദ്ധകുറ്റകൃത്യങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. യുക്രൈൻ യുദ്ധത്തിനിടെ നടന്ന ബുച്ചാക്കോട്ട കൊലപാതകം ഇതിനൊരു ഉദാഹരണമാണ്. യുദ്ധമുന്നണിയിലോ സൈനിക ഓപ്പറേഷനിലോ രാജ്യത്തിന്റെ സ്വന്തം സൈനികർ നേരിടുന്ന നിയമപരവും ധാർമ്മികവുമായ പരിമിതികൾ ഇത്തരം സ്വകാര്യ സൈനിക സംഘങ്ങൾക്കില്ല. അതിനാൽ തന്നെ ഇത്തരം സംഘങ്ങളെ ഊട്ടിവളർത്താൻ ലോകരാഷ്ട്രങ്ങൾ മത്സരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളിലും ഇനി വരാൻ പോകുന്ന യുദ്ധങ്ങളുടെയും ഭാവി തീരുമാനിക്കുന്ന കറുത്ത കുതിരകളാകുക ഇത്തരം സ്വകാര്യ സൈനിക സംഘങ്ങളായിരിക്കുമെന്നതിൽ സംശയമില്ല. യുദ്ധഭൂമിയിൽ സ്വകാര്യ സൈന്യങ്ങൾ ഇടപെടുന്നതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പോലും ശേഷിയുള്ള വാഗ്നർ സംഘത്തെ ലോകം ഭയപ്പെടണമോ?
റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വാഗ്നർ സംഘത്തിന്റെ ഇടപെടൽ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.